നമുക്കേ ഒന്നിനോടും അമിതമായിട്ടുള്ള ഒരു സ്നേഹം തോന്നരുത്, ഇല്ലേ? അതായത് അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമുക്കിപ്പം ആ വ്യക്തികളോടാണെങ്കിലും വസ്തുവിനോടാണെങ്കിലും പെറ്റ്സിനോടാണെങ്കിലും എന്തിനോടാണെങ്കിലും നമ്മൾ ഒരു ലിമിറ്റ് വെച്ചിരിക്കണം. ലിമിറ്റിന് അപ്പുറത്തോട്ട് ആയി കഴിയുമ്പം അവർക്കും ഒരു അസ്വസ്ഥതയാണ്. ജന്തുക്കൾക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ മനുഷ്യർക്കാണെങ്കിൽ പോലും എന്താണെങ്കിലും അതിന് ഒത്തിരി നമ്മളങ്ങ് ഇഷ്ടപ്പെടുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിന് നമ്മൾ ഇടവരുത്തരുതില്ലേ? അതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒഴിവായിപ്പോരാൻ നമ്മൾ ശ്രമിക്കണം. ചിലർക്ക് ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അവർക്ക് മറ്റുള്ളവർക്ക് തിരിച്ചുണ്ടായിരിക്കണം എന്നൊന്നുമില്ല, അല്ലേ? ഇപ്പം എനിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നയാൾക്ക് എന്നെ അത്ര ഇഷ്ടമല്ലായിരിക്കും, ഇല്ലേ? എല്ലാവർക്കും ഒന്നും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, ഇല്ലേ? അതായത് ചിലർക്ക് എന്നെ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കാം. എന്നെ കാണുന്നതിന് ഇഷ്ടമല്ലാത്തവർ ഉണ്ടായിരിക്കാം. അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ പോലെ ഇരിക്കും. പക്ഷെ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തീരുകയും ചെയ്യും, ഇല്ലേ? അപ്പം നമ്മൾ അതിനൊരു ബൗണ്ടറി എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. എപ്പോൾ വേണേലും അതിനപ്പുറത്തോട്ട് കടക്കാതെ നമ്മൾ നോക്കുക. അതാണ് വേണ്ടത്, ഇല്ലേ? ആർക്കും ഒരു ബുദ്ധിമുട്ട് നമ്മളായിട്ടുണ്ടാക്കി വെക്കരുത്. സ്നേഹമാണെങ്കിൽ പോലും, സ്നേഹത്തിനാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒത്തിരി സ്നേഹിക്കുന്നവർ അവർക്ക് തിരിയാൻ മറിയാൻ പോലും സമ്മതിക്കാതെ സ്നേഹിക്കുന്നവരുണ്ട്. കാരണം ഞാൻ എല്ലാം ഞാൻ ചെയ്തു തരാം, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നവരുണ്ട്. സ്നേഹം കയറി അതും ഒക്കെ ഒരു ബുദ്ധിമുട്ടിലേക്കല്ലേ ചെന്ന് തീരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിന് പോകാതിരിക്കുക. അത് പിന്നെ നമുക്ക് ദുഃഖത്തിലേക്കാകും. അവർ വല്ലതും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റാവുന്ന അപ്പുറത്തേലാകും. നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവർ നമ്മളെ എന്തെങ്കിലും എതിർത്ത് നമ്മളെ ഇഷ്ടമല്ലായിരിക്കും അവർക്ക്. പക്ഷേ നമ്മളെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന വാക്കുകളായിരിക്കും, അല്ലേ? അപ്പോൾ പിന്നെ നമുക്കതിന് മറുപടി പറയാൻ നമ്മുടെ കൈ കാണില്ല. അപ്പോൾ അതിലും ഭേദം എന്താ കാണിക്കണ്ടേ? നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുക. ആരുടെയും അതിർവരമ്പുകൾക്കകത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. മറ്റുള്ളവർ നമ്മളെ എന്നാ പറയണേ, സ്നേഹം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ എല്ലാവരെയും ഒന്നും സാധിക്കില്ല. ചിലരെ മാത്രം സ്നേഹം കൊണ്ട് കാര്യം എല്ലാവരും പറയും, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും എന്നൊക്കെ പറയാം. അതൊക്കെ വെറുതെയാണ്. സ്നേഹം കൊടുക്കും തോറും ഏറിടും എന്നും പറയും, അതും വെറുതെയാട്ടോ. നമ്മൾ സ്നേഹം എന്തോരം കൊടുക്കുന്നു എന്ന് വെച്ചാൽ അത് തിരിച്ച് തരാൻ തയ്യാറുള്ളവരുടെ അടുത്ത് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അല്ലാത്തടത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലോ നമ്മുടെ സ്നേഹവും വെറുതെയായി പോവുകയുള്ളൂ, ഇല്ലേ? ചിലർ നമ്മൾ എന്തോരം സ്നേഹിച്ചു കഴിഞ്ഞാലും അവർക്ക് നമ്മൾ ഇഷ്ടമല്ലാതെ പിന്നെ അവരുടെ പുറകെ കിടക്കണം കണ്ടിട്ടില്ലേ? എന്തിനാ അങ്ങനെ പോകുന്നത്? എന്തോരം പ്രേമങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്ന കാണാൻ മേലെ. കുറേ വർഷങ്ങൾ 15 വർഷം 20 വർഷം കല്യാണം കഴിഞ്ഞ് ജീവിച്ചവർ ഇട്ടിട്ട് പോകുന്ന കാണാൻ മേലെ. അപ്പം ഒരാൾക്കുടെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായിക്കൊണ്ട് കാര്യമില്ല, 2 പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. അത് വസ്തുവാണെങ്കിലും ഒരു വസ്തുവിനെ കണ്ടിട്ടും നമ്മൾ ഒത്തിരി അത് പൊട്ടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടമാവില്ലേ? അത് ഒരു പെറ്റ്സ് ആണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടമാവില്ലേ? മനുഷ്യരാണെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാണ്ട് നമ്മളെ ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കുകയാണെങ്കിലോ, നമ്മളെ കാണുമ്പോഴത്തേനും ഒരു അകന്നകന്ന് പോവുകയാണെങ്കിലോ അത് നമുക്ക് ദുഃഖമാവില്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആ സമയങ്ങളിലെല്ലാം നമ്മൾ നിയന്ത്രിക്കാൻ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കാൻ ഇടവരുത്തും, ഇല്ലേ? അപ്പം എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, എന്തിനും എന്നാ പറയണേ, അമിതമാകരുത് ഒന്നും. എല്ലാം ശകലിച്ചേ പാടുള്ളൂ. എല്ലാം നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന രീതിയിലുള്ള സ്നേഹങ്ങളെ അത് ആരുമായിട്ടും ഉണ്ടാവുള്ളൂ. സ്വന്തം അച്ഛനമ്മമാരാണെങ്കിൽ പോലും. അച്ഛനമ്മമാർക്കും ഉണ്ട് അങ്ങനെ. എല്ലാ മക്കളോടും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല അച്ഛനമ്മമാരല്ലേ? അപ്പം നമ്മളപ്പോൾ മനസ്സിലാക്കുക. അപ്പം അവിടെയാണെങ്കിൽ പോലും നമ്മൾ ഒരു ശകലം അതിൽ ഇട്ടിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പം എനിക്കിങ്ങനെ തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടാട്ടോ. അപ്പം ഒത്തിരി സ്നേഹിക്കാൻ പോകാതിരിക്കുക. നമ്മൾ അറിഞ്ഞിട്ട് വേണം സ്നേഹിക്കാൻ. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്.